എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം മഹാദേവ്യേ നമ. ഓം ശ്രീമാത്രേ നമ. ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മളുടെ ക്ലാസ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു? 127ാമത്തെ ശ്ലോകത്തിലായിരുന്നു നമ്മൾ നിർത്തിയത്. അതിനകത്ത് നമ്മൾ ധ്യാനഗമ്യ എന്നുള്ള നാമമാണ് കണ്ടത്. 641 നാമം. അപ്പൊ നമുക്കൊന്ന് 127ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. വിശ്വഗർഭ സ്വർണഗർഭ വരദാവാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ. വിശ്വഗർഭ എന്നുള്ള നാമം കണ്ടു, സ്വർണഗർഭ എന്നുള്ള നാമം കണ്ടു, വരദ എന്നുള്ള സ്വർണഗർഭ അവരദ എന്നാണ്. അപ്പൊ അവരദ എന്നുള്ള നാമം കണ്ടു, വാഗതീശ്വരി എന്നുള്ള നാമം കണ്ടു, ധ്യാനഗമ്യ എന്നുള്ള നാമവും നമ്മൾ കണ്ടു. എങ്കിലും പെട്ടെന്ന് നമ്മൾ ആ ധ്യാനാവസ്ഥയിലാണ് അവസാനിപ്പിച്ചത്. ഒന്ന് പെട്ടെന്ന് തിരിച്ചു വരാം. ശരിക്കും നമ്മൾ കണ്ടു, ചിത്തവൃത്തി നിരോധിച്ചിട്ട് ഏകാഗ്രതയോടുകൂടി മനസ്സിനെ എന്തിനെ മാത്രം ചിന്തിക്കണോ അത് മാത്രം ചിന്തിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോ മനസ്സിന്റെ ഒരു കുരങ്ങന്റെ പോലെയാണ് മനസ്സ്. ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് ഇങ്ങനെ ചാടി ചാടി പോകുന്നത് പോലെ നമുക്ക് അറിയാനേ പറ്റില്ല. അപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നമ്മൾ ഒരുപക്ഷെ ഞാൻ ഹനുമാൻ ചാലീസ ചൊല്ലാം, എന്നാൽ എനിക്ക് ഉറക്കം വരും എന്ന് കരുതിയിട്ട് പലപ്പോഴും ഞാൻ തന്നെ ചെയ്തു നോക്കാറുണ്ട്. ഹനുമാൻ ചാലീസൊക്കെ ചൊല്ലിയിട്ട് ഒരു 10 വരിയൊക്കെ കഴിഞ്ഞ് കുറെ നേരം കഴിയുമ്പോൾ അയ്യോ, ഞാൻ ഹനുമാൻ ചാലീസയിൽ ഉറക്കം വന്നില്ല, ചിന്ത വേറെ എവിടെയോ അത് വിട്ടുപോയി. അപ്പോ കൃത്യമായിട്ട് ഒരു തലത്തിലേക്ക് ചിന്ത കൊണ്ടുവരിക എന്നുള്ളത് ഏത് ധിഷണാശാലിയായിട്ടുള്ള ആളുകളും കൃത്യനിഷ്ഠയോടെ കാര്യം ചെയ്യണമെങ്കിൽ, ലോക വ്യവഹാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് ആവശ്യമാണ്. എവിടെ? ഏകാഗ്രതയോടുകൂടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തവൃത്തി മുഴുവൻ നിരോധിക്കണം. അപ്പൊ എന്താണോ നമ്മൾ ധ്യാനിക്കാൻ ശ്രമിച്ചത്, പലതരത്തിലുള്ള ധ്യാനങ്ങളുടെയൊക്കെ വിധികളുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ട് കാണും. ഇങ്ങനെ ചിത്തവൃത്തിയൊക്കെ നിരോധിച്ച് അങ്ങനെ ആ ചന്ദ്രമണ്ഡലത്തിലിരിക്കുന്ന സദാശിവനുമായി രമിക്കുന്ന ആ ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുക, അല്ലെങ്കിൽ സൂര്യമണ്ഡലത്തിലിരിക്കുന്ന വിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിക്കുക, അല്ലെങ്കിൽ താമരയുടെ ഇതളിലിരിക്കുന്ന വിഷ്ണുവിനെ ധ്യാനിക്കുക, ആലിലയിലുള്ള കൃഷ്ണനെ ധ്യാനിക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള, അല്ലെങ്കിൽ ദീപനാളത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് ബ്രഹ്മമാണെന്ന് കരുതി ധ്യാനിക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുകളും ഉണ്ട് ധ്യാനിക്കാനുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഇരുന്നാൽ ധ്യാനം വരില്ല. കാരണം ധ്യാനം വരണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗ സൂത്രം പറയുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോ 7ാമത്തെ ഘട്ടമാണ് പതഞ്ജലി യോഗ സൂത്രത്തിലെ 7ാമത്തെ ഘട്ടമാണ് ധ്യാനം. ആലോചിച്ച് നോക്കൂ. ഈ യോഗവും ധ്യാനവും ഒക്കെ ആക്ച്വലി പരസ്പരം ഇനി വരുന്ന നാമങ്ങളിലൊക്കെ ഒരേപോലെ വരും. അപ്പോ യമം, നിയമം നമ്മൾ കണ്ടു കഴിഞ്ഞു. പലപ്പോഴും ഇതെല്ലാം യമനിയമങ്ങൾ പരിപാലിക്കണം. ആഹാര നീഹാരാദികള്, വിചാരങ്ങള്, സച്ചിന്തകള്, ഇതൊക്കെ ശരിയാക്കി എടുക്കണം. എന്താണ് യമവും നിയമവും. അത് കഴിഞ്ഞാൽ ആസനം നമ്മൾ കണ്ടു കഴിഞ്ഞു. കൃത്യമായിട്ട് അനങ്ങാതെ ഒരു സ്ഥലത്ത് നിഷ്ഠയോടുകൂടി ഇരിക്കാനുള്ള, എങ്ങനെ ഇരിക്കുകയാണെങ്കിലും യാതൊരു ചാഞ്ചല്യവും ശരീരത്തിന് ഇല്ലാതെ ഇരിക്കാനുള്ള ആ നട്ടെല്ല് നിവർത്തി, സുഷുമ്നയെ നേരെ നിവർത്തിയിട്ട് ഇരിക്കാനുള്ള ആ ഒരു കഴിവ് നമ്മൾ ആർജിക്കണം. അതിന് പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം. ആസനം എന്നുള്ളത് അത് എങ്ങനത്തെ ആസനം ആയിരിക്കണം, എങ്ങനത്തെ സ്ഥലത്തിരിക്കണം, ഇരിക്കുന്ന സ്ഥലത്ത് റൂമിലെ എത്ര വെളിച്ചം വേണം, അതിയായ വെളിച്ചം പാടില്ല, എന്നാൽ തീർത്തും ഇരുട്ടും ആവാൻ പാടില്ല.
അങ്ങനെയൊക്കെയുള്ള ആ നിയമങ്ങളൊക്കെ വളരെ ഹാർഡായ ആവാൻ പാടില്ല. അതുപോലെ തന്നെ വളരെ മൃദുലവും ആവാൻ പാടില്ല. ഇതൊക്കെ നോക്കിയതിന് ശേഷം അങ്ങനെ അരമണിക്കൂർ നമ്മൾ ആ അറ്റ്മോസ്ഫിയർ, ഇപ്പൊ നമ്മൾ ധ്യാനിക്കാൻ പോയി, അപ്പുറത്തുനിന്ന് ഒരാൾ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധ്യാനം നടക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അതിനൊരു സമയം കണ്ടെത്തി, ഒരു റൂമൊക്കെ കണ്ടെത്തി അവിടെ ഇരുന്ന് നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ പ്രാണായാമമാണ്. പിന്നെ പ്രാണായാമത്തില് നമ്മളെ ആദ്യം ശ്വാസോച്ഛ്വാസം വളരെ വ്യക്തമായിട്ട്, വളരെ കൂടുതലായിട്ട് നമ്മൾ എടുക്കും. അതിന്റെ ഉച്ചസ്ഥായിയില് പിംഗള നാഡികളെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശക്തമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യും. അതിനുശേഷം ആ ശ്വാസോച്ഛ്വാസത്തെ വളരെ 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 പതുക്കെ ആക്കി, അത് ഉച്ഛ്വാസം ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ പ്രാണനെ കൊണ്ടുവരും. അങ്ങനെ പിംഗള നാഡികളെ മുഴുവൻ നമ്മള് ആ എന്താ പറയാ, ക്ലോസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയാം, നമുക്ക് അടച്ചിരിക്കുന്ന അവസ്ഥയില്. അപ്പൊ പ്രാണന് മുന്നിലോട്ട് പോണമെങ്കിൽ എന്ത് വേണം? ആ പ്രാണൻ സുഷുമ്ന നാഡിയിലൂടെ മുകളിലോട്ട് പോകേണ്ടി വരും. അതാണ് ദേവിയുടെ, പരാശക്തിയുടെ സഞ്ചാര പഥമാണ് സുഷുമ്ന നാഡി. അപ്പൊ സുഷുമ്നയിലൂടെ ആ കുണ്ടലിനി ശക്തി മുകളിലോട്ട് തുടങ്ങുന്ന പ്രയാണമാണ് ഈ പ്രാണായാമത്തോടു കൂടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പ്രാണായാമം പരിശീലിച്ച് ഇങ്ങനെ ആ ശ്വാസോച്ഛ്വാസത്തിനെ വളരെയധികം കൺട്രോൾ ചെയ്ത് വെക്കുന്ന ആ അവസ്ഥയാണ്. അത് കഴിഞ്ഞാൽ ധാരണയാണ്. ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്രോവൽ ഓഫ് സെൻസസ്. എല്ലാ നമ്മുടെ ബാഹ്യമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് മാറ്റുക എന്നുള്ളതാണ് ധാരണ. കാരണം അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, പലരും ധ്യാനം പരിശീലിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോ ആ വിഡ്രോവൽ ഓഫ് സെൻസസ്, അതിനുശേഷം അപ്പോൾ നമ്മള് ഇങ്ങനെ ഫ്രീ ആയിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങള് പുറത്തുനിന്നും അകത്തേക്കായി ഇൻവേർഡ് ആവാൻ പോവാണ്. അതിനുശേഷമാണ് നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള ഏകാഗ്രമായ ചിന്ത. എന്തിനെയാണോ നമ്മൾ വിചാരിക്കുന്നത്, ഇവിടെ പരാശക്തിയെയാണ്. നമ്മളെ സഹസ്രാര പത്മത്തില് 1000 ദളങ്ങളുള്ള ആ പത്മത്തിന്റെ കർണികയില് ഇരിക്കുന്ന ആ ദേവീ ശക്തിയെയാണ് നമ്മളിവിടെ ധ്യാനിക്കുന്നത്. ആ ശിവനുമായിട്ട്, ആ പരമാത്മാവുമായിട്ട് സംഗമിക്കുന്ന ആ ശക്തി, അതിനെ ധ്യാനിച്ച് അത് മനസ്സിൽ ഇങ്ങനെ വിടർന്നു വന്നു കഴിഞ്ഞാൽ എല്ലാം പുറമേയുള്ള എല്ലാം ബന്ദ് ചെയ്തിട്ടുള്ള ആ അവസ്ഥയിൽ നമ്മൾക്ക് ആ പീയൂഷധാരയുടെ ആ അനർഗളമായിട്ടുള്ള പ്രവാഹം നമ്മുടെ ഓരോ കോശത്തിലും അനുഭവിക്കാൻ പറ്റും. അതാണ് ധ്യാനം. ആ ധ്യാനാവസ്ഥയിൽ ആ ആ ആ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നതാണ്. ആ പീയൂഷധാര ഇങ്ങനെ ആ ശരീരത്തിൽ അലിയിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പൊ 1 മിനിറ്റെങ്കിലും, ചിലപ്പോൾ ഒരു 5-6 സെക്കൻഡെങ്കിലും നമുക്ക് ആ അവസ്ഥ അനുഭവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറൊക്കെ അതിന്റെ ശക്തി ശരീരത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോ ഇതാണ് ഇങ്ങനെ ധ്യാനഗമ്യ. അപ്പൊ ദേവിക്ക് ഇങ്ങനെ ധ്യാനാവസ്ഥ പ്രാപിക്കുന്ന ഉപാസകനെ വളരെയധികം ഇഷ്ടമാണ്. അറിയപ്പെടുന്നവളാണ് ദേവി. ധ്യാനത്താൽ അറിയപ്പെടുന്നവളാണ്. ധ്യാനം കൊണ്ട് അറിയാൻ യോഗ്യയായവളാണ്. ധ്യാനത്താൽ അറിയപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ധ്യാനഗമ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 641 നാമം. ഇനി 642 നാമം നോക്കാം. അപരിച്ഛേദ്യ. ഇവിടെ നമ്മൾ കണ്ടു, ധ്യാനഗമ്യ അപരിച്ഛേദ്യ എന്ന് പറയും. പരിച്ഛേദ്യ അല്ല, അപരിച്ഛേദ്യയാണ്. അപരിച്ഛേദ്യ. എന്താണ് അപരിച്ഛേദ്യ? പരിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമിതപ്പെടുത്തുക. ടു മേക്ക് ഇറ്റ് ലിമിറ്റ്. അപരിച്ഛേദ്യ എന്ന് പറഞ്ഞാലോ പരിമിതപ്പെടുത്താൻ കഴിയാത്ത, ലിമിറ്റ്ലെസ്. അതിന് അതിരുകളില്ല, അല്ലെ? അതാണ് നമ്മൾ പറഞ്ഞ അളക്കാൻ പറ്റില്ല ദേവിയെ. എത്രയോ നാമങ്ങൾ കണ്ടു നമ്മള് ദേവിയുടെ ഈ സിദ്ധികളെ കുറിച്ച്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പിന്നെ കിലോമീറ്റർ, അല്ലെങ്കിൽ നീളം, വീതി, ഉയരം, വ്യാപ്തം, വിസ്തീർണം, ഇതൊക്കെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അളക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ അപ്പുറമാണ് ദേവിയുടെ സിദ്ധികള്. അതുകൊണ്ട് ദേശകാല വസ്തു പരിമിതികൾക്ക് അപ്പുറമാണ് ദേവി. അതുകൊണ്ട് ദേവി അപരിച്ഛേദ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോ ശരിക്കും അനന്തമായ നിത്യതയാണ് ദേവി. അതിന് യാതൊരുവിധ ദേശപരിധികളില്ല. അപ്പൊ നമ്മള് എന്തിനെങ്കിലും അളക്കണമെങ്കിൽ വേണം സമയം, അല്ലെങ്കിൽ ദൂരം. ദേശം എന്ന് പറഞ്ഞാൽ ദൂരം. അവൻ 1500 കിലോമീറ്റർ ദൂരത്താണ്, കേരളത്തിലാണ്. അല്ലെങ്കിൽ ദ്വാരകാ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഇവിടുന്ന് 350 കിലോമീറ്റർ ബറോഡയിൽ നിന്ന് പോകണം. അപ്പോ നമ്മൾ ദേശം ആണ് അവിടെ നമ്മൾ ദൂരത്തിൽ അതിനെ തിട്ടപ്പെടുത്തുകയാണ്. ഇനി ദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാലം, സമയമാണ്. സമയം ഇത്ര മണി, ഇത്ര ദൂരം. ഇവിടുന്ന് 1.5 മണിക്കൂർ ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചെന്നൈയിലെത്താം.
അപ്പോ നമ്മളവിടെ സമയം കൊണ്ട് പരിമിതപ്പെടുത്തുകയാണ്. അപ്പോ പിന്നെ ഒന്ന് വസ്തു, ഒരു വസ്തു, ഒരു വസ്തുവിന് പരിമിതം. അവന്റെ വീട് ഒരു വലിയ കൊട്ടാരം പോലെയാണ്. അപ്പോ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 കെട്ട് എന്നുള്ളതൊക്കെ സങ്കല്പമാണ് നമ്മുടെ. അപ്പൊ അതുപോലത്തെ വീട് നമ്മൾ വസ്തുക്കളെ കൊണ്ട് താരതമ്യം ചെയ്യും. അപ്പോ ഇല്ലെങ്കിൽ അവന്റെ ഉയരം ഒരു ജിറാഫിനെ പോലെയാണ്. അപ്പൊ ജിറാഫിനെ നമ്മൾ കമ്പയർ ചെയ്യാണ് അവിടെ. അപ്പൊ ഇങ്ങനെ ദേശകാല വസ്തു കൊണ്ട് ഒന്നും പരിമിതപ്പെടുത്താൻ പറ്റില്ല ദേവി. അതുകൊണ്ട് ദേവിയെ അപരിച്ഛേദ്യ എന്ന് പറയുന്നു. പരിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുക എന്നാണ്. അപരിച്ഛേദ്യ എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടും പരിമിതപ്പെടുത്താൻ കഴിയാത്ത അനന്തതയാണ് ദേവി, നിത്യയാണ് ദേവി, പൂർണ്ണയാണ് ദേവി. അതുകൊണ്ട് ദേവി അപരിച്ഛേദ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 643 നാമം നോക്കാം. ജ്ഞാനദ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്. ജ്ഞാനദ, ദാനം ദാ എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുന്നവള്. എന്ത്? ജ്ഞാനം ദാനം കൊടുക്കുന്നവളാണ് ദേവി. അപ്പോ ദേവി എന്താണ് നമുക്ക് തരുന്നത്? ദാനം കൊടുക്കുകയാണ് ജ്ഞാനം. പിടിച്ചു വെച്ചിരിക്കുന്നല്ല. നമ്മൾക്ക് അത് സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. ഇപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് പോവാണ്. അവിടെ പോകുമ്പോ അവിടെ ധാരാളം നമ്മൾക്ക് നല്ല ശുദ്ധ എന്താ പറയാ, ഘീ കൊടുക്കുന്നുണ്ട്, നെയ്യ്. നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന 100 ഗ്രാം കൊള്ളുന്ന ഒരു പാത്രമാണ്. പിന്നെ മാക്സിമം എന്ത് ചെയ്യാം? ഒരു കൈക്കുമ്പിളിൽ എടുക്കാം. അത്രേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തില് നമ്മുടെ അന്ധകരണത്തെ നമ്മള് സജ്ജീകരിച്ചു കഴിഞ്ഞാൽ ദാനം കൊടുക്കുന്നവളാണ് ദേവി. എന്ത്? ജ്ഞാനം. അതുകൊണ്ട് കൈവല്യപ്രദമായ ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു ജ്ഞാനത്തിന് വിദ്യയും അവിദ്യയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വിദ്യകളാണ്. അതിനെ നമ്മള് സൈദ്ധാന്തികമായിട്ട് നമ്മൾ പറയുന്നത് അവിദ്യ എന്നാണ്. അതേസമയത്ത് ദ്വൈതമായിട്ട് ഒന്നുമില്ല, ഞാനും ബ്രഹ്മവും ഒന്നാണ് എന്നുള്ള ആ അറിവിനെ ആണ് ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് കൈവല്യം. അപ്പൊ കൈവല്യപ്രദമായിട്ടുള്ള ജ്ഞാനം ദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ജ്ഞാനദ എന്ന് പറയുന്നു. ദേവി വിദ്യാസ്വരൂപിണിയാണ് എന്ന് നമുക്കറിയാം, അല്ലെ? മൂകാംബികയായിരിക്കുന്ന ദേവി വിദ്യാസ്വരൂപിണിയാണ്. സാധകന് ആത്മജ്ഞാനം കൊടുക്കുന്നു. അപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭൗതികമായ വസ്തുക്കളെ ഇങ്ങനെ ശേഖരിച്ചു വെക്കാൻ മാത്രം വേണ്ടിയിട്ടുള്ളതല്ല. അതും വേണം, വേണ്ട എന്ന് പറയുന്നില്ല. അതിലുപരിയായിട്ട് നമ്മൾ അതിലും മേലിൽ പോയി ആ ദേവിയുടെ ആത്മജ്ഞാനം നമ്മൾക്ക് പ്രദാനം ചെയ്യാൻ ദേവി തയ്യാറായിരിക്കുകയാണ്. ആ നേത്രങ്ങൾ ഇങ്ങനെ ആർക്ക് ആത്മജ്ഞാനം വേണം, ആർക്ക് കൊടുക്കണം എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്താൻ നമ്മൾക്കൊക്കെ സാധിക്കട്ടെ എന്ന ഈ ജ്ഞാനദ എന്നുള്ള നാമത്തിൽ നമുക്ക് 643 നാമത്തിൽ ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം. 644 നാമം ജ്ഞാനവിഗ്രഹ. ഇവിടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. അപ്പോ ശരീരം, ജ്ഞാനം തന്നെ ശരീരമായവളാണ്. വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതൊന്നും ഇവിടെ യോജിക്കില്ല. കൃത്യമായി യോജിക്കുന്നത് ശരീരം എന്നാണ്. വിഗ്രഹം ശരീരം. അപ്പൊ ജ്ഞാനം തന്നെ ശരീരമായ, ഷീസ് എൻ എംബോഡിമെന്റ് ഓഫ് നോളജ്, അല്ലെ? ദേവി ഒരു ആ ജ്ഞാനത്തിന്റെ രൂപം തന്നെയാണ് ദേവി. അപ്പോ ശരിക്കും ദേവി എന്താണ്? ആ കൃത്യമായിട്ടിരിക്കുന്ന കട്ട പിടിച്ചിരിക്കുന്ന ജ്ഞാനം തന്നെയാണ് ദേവി. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി സ്വരൂപിണിയാണ് ദേവി. അടുത്ത നാമം വരും അടുത്ത ശ്ലോകത്തില്. ഇപ്പൊ ദേവിയുടെ തന്നെയാണ് ഇച്ഛാശക്തി, ദേവിയുടെ തന്നെയാണ് ക്രിയാശക്തി, ദേവിയുടെ തന്നെയാണ് ജ്ഞാനശക്തി. സകല ചരാചരങ്ങൾക്കും ഈ 3 ശക്തികളും കൊടുക്കുന്നത് ദേവിയാണ്. ദേവിയുടെ ഉള്ളിൽ തന്നെയാണ് അത്. അന്തസത്തയാണ് ദേവിയുടെ. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനം ബ്രഹ്മം എന്നുള്ള ആപ്തവാക്യം ഒക്കെ വരുന്നത്. ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം, ബ്രഹ്മം തന്നെയാണ് ജ്ഞാനം. ദേവി ശുദ്ധബോധത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ദേവിയെ ജ്ഞാനവിഗ്രഹ എന്ന് പറയുന്നു. ദേവിയുടെ ആ ശരീരം അല്ലെങ്കിൽ ദേവി എന്ന സങ്കല്പം അത് തന്നെ ശുദ്ധബോധമാണ്, ജ്ഞാനമാണ്. അതുകൊണ്ട് ദേവി ജ്ഞാനവിഗ്രഹ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അതോടുകൂടി ആ ശ്ലോകം 127 ശ്ലോകം അവസാനിക്കുകയാണ്. 128 ശ്ലോകത്തിലേക്ക് പോകാം നമുക്ക്. സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല. സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല. ഇങ്ങനെ ചെല്ലരുത്. ലോപാമുദ്രാർച്ചിത ലീല ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല.
ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല എന്നുള്ള ഒരു നാമമാണ്. ഇവിടെ സർവവേദാന്ത സംവേദ്യ എന്നുള്ളത് ഒരു നാമമാണ്. സത്യാനന്ദ സ്വരൂപിണി എന്നുള്ള ഒരു നാമമാണ്. ലോപാമുദ്രാർച്ചിത എന്നുള്ള ഒരു നാമമാണ്. അതിന്റെ കൂടെ ലീല എന്ന് ഘടിപ്പിക്കരുത്. ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല എന്നുള്ളത് ഒരു നാമമാണ്. 645 മുതൽ 648 വരെയുള്ള 4 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഓരോ നാമങ്ങളായിട്ട് നമുക്ക് നോക്കാം. സർവവേദാന്ത സംവേദ്യ. ഇവിടെ സംവേദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്യക്കാകും വണ്ണം വേദ്യ. വേദ്യ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിയപ്പെടാൻ യോഗ്യതയുള്ളവളാണ്. അപ്പൊ സമ്യക്കാവണം, നന്നായിട്ട് സമ്യക്കാവും വണ്ണം, ശരിയായ വണ്ണം വേദ്യ, നന്നായി അറിയപ്പെടാൻ യോഗ്യയായവൾ. അപ്പൊ ദേവി ശരിയാം വണ്ണം സർവവേദാന്ത സംവേദ്യ, എല്ലാ വേദാന്തങ്ങളാലും നന്നായിട്ട് അറിയപ്പെടാൻ യോഗ്യയായവളാണ്. വേദാന്തങ്ങളെ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളാണ്, വേദങ്ങളുടെ സാരങ്ങളാണ് വേദാന്തങ്ങള്. ആ എല്ലാ വേദാന്തങ്ങളാലും അല്ലെങ്കിൽ ഉപനിഷത്തുകളാലും നന്നായിട്ട് അറിയപ്പെടാൻ യോഗ്യയായവളാണ് ദേവി. അപ്പൊ ദേവി തന്നെയാണ് വേദം. ആ നാമങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദേവി തന്നെയാണ് വേദം, ദേവി തന്നെയാണ് ഉപനിഷത്തുകള്, ജഗൻ മാതാവാണ് ദേവി, വേദമാതാവാണ് ദേവി. ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോ എല്ലാ ഉപനിഷത്തുകളും എല്ലാ വേദങ്ങളും തേടുന്നത് എന്താണ്? എന്താണ് എല്ലാം തേടുന്നത്? ആത്യന്തികമായിട്ടുള്ള സത്യം എന്താണെന്ന് ആണ് തേടുന്നത്. ഉപനിഷത്തുകള് അല്ലെങ്കിൽ വേദങ്ങളും ഉപനിഷത്തുകളും തേടുന്നത് ഈശ്വരനെ അല്ല തേടുന്നത്, ആത്യന്തികമായിട്ടുള്ള ആ സത്ത എന്താണെന്നുള്ളതാണ് തേടുന്നത്. അത് തന്നെയാണ് ദേവി. അപ്പോ ശരിക്കും എന്താണ് ദേവി? ദേവി തന്നെയാണ് വേദാന്തങ്ങളുടെ സാരം. എന്തിനെയാണോ വേദങ്ങളും വേദാന്തങ്ങളും അന്വേഷിക്കുന്നത് അത് തന്നെയാണ് ദേവി. അപ്പോ വേദാന്തങ്ങളുടെ സാരം എന്താണ്? ദേവി തന്നെയാണ്. അപ്പൊ ഇവിടെ സർവ വേദാന്ത സംവേദ്യ, നന്നായിട്ട് വേദാന്തങ്ങളാൽ അറിയപ്പെടുന്നവളാണ്. എന്ത് വേദാന്ത വാക്യം ഉച്ചരിച്ചാലും അതിൽ എന്ത് തത്വമുണ്ടോ ആ തത്വം ആരാണ്? മഹാദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി സർവ വേദാന്ത സംവേദ്യ, സമ്യക്കായിട്ട് അറിയപ്പെടാൻ യോഗ്യയായവളാണ് ദേവി വേദാന്ത തത്വങ്ങളാൽ എന്നുള്ളതാണ് ഈ നാമത്തിനർത്ഥം. അതുകൊണ്ട് സർവവേദാന്ത സംവേദ്യ എന്ന നാമം. 646 നാമം സത്യാനന്ദ സ്വരൂപിണി. സത്യാനന്ദ സ്വരൂപിണി. ഇവിടെ ദേവി തന്നെയാണ് സത്തും ചിത്തും ആനന്ദവും. പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. അപ്പോ ദേവി തന്നെയാണ് എന്താണ്? ചിച്ഛക്തി ദേവി തന്നെയാണ്, ചിദാനന്ദ സ്വരൂപിണി തന്നെയാണ് ദേവി. അപ്പോ സത്യവും ആനന്ദവും രണ്ടും ദേവി തന്നെയാണ്. ചിച്ഛക്തിയായ ദേവി, ആ ചിച്ഛക്തിയുടെ പരിണാമമാണ് വരുന്നത് സത്യമായിട്ടും ആനന്ദമായിട്ടും. അപ്പോ ആ ചിച്ഛക്തിയായ ദേവി തന്നെയാണ് സത്യവും ആനന്ദവും സ്വരൂപമായിട്ടുള്ളത്. അതുകൊണ്ട് ദേവി സത്യാനന്ദ സ്വരൂപിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 647 നാമം ലോപാമുദ്രാർച്ചിത. ലോപാമുദ്രയെ നമ്മൾ നേരത്തെയും കണ്ടതാണ്, 1-2 പ്രാവശ്യം നമ്മൾ അറിഞ്ഞതാണ്. ദേവി ലോപാമുദ്ര എന്ന് പറഞ്ഞാൽ അഗസ്ത്യന്റെ പത്നിയാണ് ലോപാമുദ്ര. അപ്പോ അഗസ്ത്യന് എങ്ങനെ ഒരാഗ്രഹം വന്നു അത്രേ, വിവാഹം കഴിക്കണമെന്ന്. അപ്പോ പണ്ടത്തെ മുനിമാരൊക്കെ വിവാഹം കഴിച്ചിരുന്നു. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോ ഏറ്റവും സുന്ദരിയായും സുശീലയുമായിട്ടുള്ള സ്ത്രീ തന്നെ വേണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തുള്ള സർവ്വ സൗന്ദര്യത്തെയും ഇങ്ങനെ എടുത്ത് ഓരോ സാധനത്തിന്റെയും അതിന്റെ സത്തയെ എടുത്തിട്ട് ഒരു ബാലികയെ സൃഷ്ടിച്ചു. ആര്? അഗസ്ത്യൻ. എന്നിട്ട് അതൊരു രാജാവിന്റെ അടുത്ത് കൊടുത്തു. ഈ കുട്ടി കന്യകയായി കഴിഞ്ഞാൽ ഞാൻ വരാം വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ലോപാമുദ്രയെ അദ്ദേഹം സർവ സൗന്ദര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഏറ്റവും മൂർത്തിമത് ഭാവമായിരുന്നു. ആര്? ലോപാമുദ്ര. അപ്പൊ ലോപാമുദ്ര ശക്തി മാർഗങ്ങളിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളില് നമ്മൾ കണ്ടു. പിന്നെ 8 തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങള്, 9 തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങള്, 11 തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ. മനുവിദ്യയും ചന്ദ്രവിദ്യയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 9 2 11 എന്നായി മാറും. അപ്പോ ആ 9 നമ്മൾ കണ്ടു യമൻ ഉണ്ട്, അത് കഴിഞ്ഞ് കാമദേവന്റെ ഉണ്ട്, ലോപാമുദ്രയുടെ ഉണ്ട്. ഇവിടെയൊക്കെ ഓരോരോ തരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട് ശക്തി ആരാധനയ്ക്ക്. അപ്പോ ഇവിടെ ഭർത്താവിന് തുല്യം യോഗസിദ്ധിയുള്ളവളാണ്. ഭർത്താവിനേക്കാളും ഒരുപടി മുന്നിലാണ് പരാശക്തിയുടെ ആരാധനയില്. കാരണം ആ ശാക്തേയ ആരാധനാ സമ്പ്രദായമായിട്ടുള്ള ഹാദി വിദ്യ, അതിന്റെ ഋഷിയാണ് ലോപാമുദ്ര.
ഹാദിവിദ്യ, നമ്മൾ ഖാദിവിദ്യയും ഹാദിവിദ്യയും സമയാചാരവും കവളാചാരവും ഇതൊക്കെ നേരത്തെ നാമങ്ങളിൽ കണ്ടു. അപ്പോ ഹാദിവിദ്യ എന്നുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ആ ശാക്തേയ ആരാധനാ സമ്പ്രദായത്തിന്റെ ഉപഭോക്താവാണ്, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോപാമുദ്ര ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഋഷിയാണ് ലോപാമുദ്ര. അതുകൊണ്ട് ലോപാമുദ്രയാൽ അർച്ചിതയായ ദേവിയാണ് ഇവിടെ ലോപാമുദ്ര അർച്ചിത. ലോപാമുദ്ര അർച്ചിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും പ്രീതിയാകുന്നവളാണ് ദേവി. ലോപാമുദ്രയാൽ, അത്രയും ശ്രേഷ്ഠയായ ലോപാമുദ്രയാൽ സദാ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി ലോപാമുദ്രാർച്ചിത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പം ശരിക്കും ഏറ്റവും ശ്രേഷ്ഠയായ ദേവി ഉപാസകയാണ് ലോപാമുദ്ര. അതുകൊണ്ട് ലോപാമുദ്രാർച്ചിത എന്ന നാമത്തില് ദേവി അറിയുന്നു. അപ്പൊ നോക്കൂ, ദേവിയുടെ ഉപാസകയുടെ നാമത്തിൽ ദേവി അറിയപ്പെടുന്നു. ദേവിയുടെ ഒരു സഹസ്രനാമങ്ങളിൽ ഒരു നാമം ലോപാമുദ്രയ്ക്ക് പോയി. മനുവിദ്യ, മനുവിനെ മനു സൃഷ്ടിച്ച വിദ്യയിൽ ഉപാസിക്കപ്പെടുന്നവൾ. ചന്ദ്രവിദ്യ, ചന്ദ്രൻ സൃഷ്ടിച്ച വിദ്യയിൽ ഉപാസിക്കപ്പെടുന്നവൾ. ഇങ്ങനെയൊക്കെ ദേവിക്ക് നാമം വന്നത് ദേവിയുടെ ഉപാസകരുടെ ആ നിഷ്ഠയും ആ പ്രതിഷ്ഠയും കൊണ്ടാണ്. അതുകൊണ്ട് നന്നായി നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ ദേവി നമ്മളുടെ പേരിലും ദേവി അറിയപ്പെടാൻ തുടങ്ങും എന്ന് നമുക്ക് വിശ്വസിക്കാം. 648 നാമം ലീലാ ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല. ലീലാ ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല. ലീല എന്ന് പറഞ്ഞാൽ അവിടെ ലീല എന്ന് പറഞ്ഞാൽ ലീലാമാത്രേണ അനായാസേന എന്ന് വെച്ചാൽ കളിക്കുക, അത് തന്നെയാണ് ഇവിടെ. കളി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല. ഇന്നിപ്പോ വേൾഡ് കപ്പ് T20 ഫൈനലാണ്. എത്ര ടെൻഷനിലായിരിക്കും അല്ലെ? രണ്ട് ടീമുകൾ ന്യൂസിലാൻഡും ഇന്ത്യയിൽ വെച്ചിട്ടാണ്, അഹമ്മദാബാദിൽ വെച്ചിട്ടാണ്. അത്രയും എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ലീലകളാണ് അതൊക്കെ. അപ്പൊ ലീല എന്ന് പറഞ്ഞാൽ ശരിക്കും ആനന്ദമാണ്. കുട്ടികളെ പണ്ട് പന്ത് കളിച്ചിരുന്ന പോലത്തെ ആനന്ദമാണ് ലീല എന്ന് പറയുന്നത്. അപ്പൊ ലീല മാത്രേണ അല്ലെങ്കിൽ അനായാസേന ക്ലിപ്തമായിട്ട്, ക്ലിപ്തം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലിപ്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർമ്മിതമായിരിക്കുന്ന എന്നാണ്. ക്ലിപ്തം എന്ന് പറഞ്ഞാൽ നിർമ്മിതമായിരിക്കുന്ന, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാണ്ഡ സമൂഹത്തോടു കൂടിയവൾ. അപ്പോ അനായാസേന ലീല പോലെ ക്ലിപ്തമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാണ്ഡ മണ്ഡലം. മണ്ഡലം എന്ന് പറഞ്ഞാൽ സമൂഹം, കൂട്ടം. അപ്പൊ എങ്ങനെയാണ്? ലീലാമാത്രേണ അല്ലെങ്കിൽ അനായാസേന നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാണ്ഡ സമൂഹത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ലീല ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല എന്ന് ദേവിക്ക് നാമം. അപ്പോ ലീല ഒരു വെറും കളിയായിട്ട് ദേവി ഇങ്ങനെ ബ്രഹ്മാണ്ഡങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ എന്നുള്ള നാമം നമ്മൾ കണ്ടു കഴിഞ്ഞു. ക്ലീങ്കാരി എന്നുള്ള നാമത്തിന്റെ മുന്നിലുള്ളത് അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ എന്നുള്ള നാമം നമ്മൾ. അപ്പൊ അനേക കോടി ബ്രഹ്മാണ്ഡ ജനനിയാണ് ദേവി. അപ്പോ എത്ര ബ്രഹ്മാണ്ഡങ്ങളെ ദേവി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സൗരയൂഥവും അതിന്റെ സൂര്യനും അതിന്റെ ചുറ്റുമുള്ള നവഗ്രഹങ്ങളും നക്ഷത്ര സമൂഹങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ബ്രഹ്മാണ്ഡം അല്ലെങ്കിൽ നമ്മുടെ സൗരയൂഥം. അതുപോലത്തെ എത്രയോ സൗരയൂഥങ്ങളുണ്ടെന്ന് ശാസ്ത്രം തന്നെ കണ്ടുപിടിക്കുന്നു. അവർ കണ്ടുപിടിക്കാത്ത എത്ര ഉണ്ടായിരിക്കും ഇനി, അത് വേറെ. അപ്പൊ ആ ബ്രഹ്മാണ്ഡങ്ങളെ ഒക്കെ സൃഷ്ടിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും അതിനെ ലയിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. ഒരു ലീല മാത്രമാണ് ഈ ബ്രഹ്മാണ്ഡങ്ങളെ സൃഷ്ടിക്കാൻ ദേവിക്കുള്ളത്. അപ്പൊ പരാശക്തിയുടെ ഒരു ലീല മാത്രമാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം. അങ്ങനെയുള്ള ആ ദേവിയാണ് ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല എന്ന നാമത്താൽ അറിയപ്പെടുന്നത്. ആ ദേവിക്ക് നമസ്കാരം. അങ്ങനെ 648 നാമത്തോടുകൂടി 4 നാമങ്ങളും പെട്ടെന്ന് കഴിഞ്ഞുപോയി. അതുകൊണ്ട് നമുക്ക് 129 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദാ യുഗന്ധര. അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദാ യുഗന്ധര. ഇവിടെ 649 മുതൽ 657 വരെയുള്ള 9 നാമങ്ങളുണ്ട് ഈ ഒരൊറ്റ ശ്ലോകത്തില്. കഷ്ടി 10 നാമങ്ങള് മുന്നിലേക്ക് പോകും ഈ ഒരു ശ്ലോകം കഴിയുന്നോടും. അപ്പോ എളുപ്പമുള്ള നാമങ്ങളാണ്. പ്രയാസമുള്ള ഒരുപാട് നാമങ്ങളൊക്കെ കഴിഞ്ഞു. എളുപ്പമുള്ള നാമം അദൃശ്യ. ആദ്യത്തെ നാമം അദൃശ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശിക്കുവാൻ കഴിയാത്തവൾ. അവൻ അദൃശ്യനായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ കാണാതെയായി.
എന്നുവെച്ചാൽ നമുക്ക് കാണാൻ നമ്മുടെ ഗോചരമായ നേത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി എന്നാണ്, അല്ലെ? അപ്പോ ഗോചരമായ നേത്രങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരാള് പെട്ടെന്ന് മറഞ്ഞു, അയാള് ഒരു കുട്ടിയാണ്, പെട്ടെന്ന് മറഞ്ഞു, അദൃശ്യമായി. അപ്പൊ ആ കുട്ടി ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, നമ്മുടെ ഗോചരമായ നേത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി. ഇത് തന്നെയാണ് ദേവി. നമ്മളുടെ ഗോചരമായ നേത്രങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ കരുതും ഫോട്ടോയിലിരിക്കണം ദേവി, വിശ്വസിച്ചാൽ എന്തെങ്കിലും സാധിച്ചാൽ സാധിച്ചു, അല്ലെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവമായി മാറും. അതല്ല, ആ ഒളിഞ്ഞിരിക്കുന്ന കുട്ടിയെ പോലെയാണ് ദേവി. ആ ആ ദേവിയുടെ ചൈതന്യം ഈ ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോ ദർശിക്കാൻ കഴിയാത്തവളാണ് ദേവി, കാണപ്പെടുവാൻ സാധിക്കാത്തവളാണ് ദേവി, കണ്ണുകൾക്ക് ഗോചരമല്ലാത്തവളാണ് ദേവി. ശരിക്കും മാംസചക്ഷുസ്സുകൊണ്ട് ദേവിയെ ഒരിക്കലും കാണാൻ സാധ്യമല്ല. ശരിക്കും വളരെ അത്രയും യോഗാവസ്ഥയിലിരിക്കുന്ന ആ അവസ്ഥയിൽ, ശങ്കരാചാര്യരെ പോലെയുള്ള അവസ്ഥയിൽ ദേവി പ്രത്യക്ഷയാവും അങ്ങനെയുള്ള മഹത്തുക്കൾക്ക്. അല്ലാത്തവർക്കൊന്നും ഗോചരയല്ല. അപ്പൊ അങ്ങനെ മഹത്തുക്കൾക്ക് മുന്നിൽ പ്രത്യക്ഷയായി കഴിഞ്ഞാലും അവരെ ഗോചരമായ നേത്രങ്ങൾ കൊണ്ട് കാണണമെന്ന് അവർ കരുതുന്നില്ല. കാരണം സദാ അന്ധകരണത്തില് ആ ദേവീ ശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ബാഹ്യമായിട്ടുള്ള ആ രൂപത്തിനെ കാണേണ്ട ആവശ്യമേ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ സദാ ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നിട്ടും അർജുനന് അത് ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ വളരെ വൈകി. അദ്ദേഹത്തിന് വിശ്വരൂപം കാണിച്ചു കൊടുക്കേണ്ടി വന്നു, ബോധം കെടുത്തേണ്ടി വന്നു, എന്നിട്ടേ മനസ്സിലായുള്ളൂ. അപ്പോ ഇതേപോലെ തന്നെ, എന്നിട്ട് അതും മറന്നു എന്നുള്ളതാണ് പിന്നെയും. അപ്പോ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഗോചരമായ നേത്രങ്ങൾക്ക് ഈ ഇത്രയും വലിയ ഒരു ശക്തിയെ ഒരിക്കലും, അതിനുള്ള മനസ്സ് അത് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ ഗോചരമായ നേത്രങ്ങൾ വേണ്ട അത് കാണാൻ. അത് നമ്മൾ ഉൾക്കണ്ണുകൊണ്ട് കാണും എന്നുള്ളതാണ്. അപ്പോ അമ്മയെ കാണാൻ നമുക്ക് എന്താണ് വേണ്ടത്? ഉൾക്കണ്ണ് തുറക്കണം. അപ്പോ ഉൾക്കണ്ണ് തുറക്കാൻ നമ്മൾ പരിശീലിക്കണം. അപ്പോഴാണ് അതിന് സാധ്യമാവുള്ളൂ. ശരിക്കും നമ്മള് എന്താ ഹരിനാമ കീർത്തനത്തില് കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന് പൊരുൾ, കണ്ണായിരുന്ന പൊരുൾ എന്ന് പറയും, അല്ലെ? കണ്ണിനു കണ്ണ്, ശരിക്കുള്ള കണ്ണല്ല, കണ്ണുകൾക്കല്ല ഗോചരം, കണ്ണിന് കണ്ണ്. അതെന്താണാവുന്നത്? ബുദ്ധിക്ക് ബുദ്ധി. അതെന്താവുന്നത്? മനസ്സിന് മനസ്സ്. അതെന്താവുന്നത്? മനസ്സിന്റെയും അപ്പുറത്തുള്ള മനസ്സ്. അതാണ് ബ്രഹ്മം, അതാണ് ദേവി. അതുപോലെ കണ്ണിന്റെയും കണ്ണ്. അതെന്താണ്? ആ കാണാൻ കഴിയുന്ന ആ ശക്തി കൊടുക്കുന്നത് ആരാണ്? അതാണ് കണ്ണിന്റെ കണ്ണ്. ആ കണ്ണിനു കണ്ണ് മനമാകുന്ന, അതിന് കണ്ണായിരുന്ന പൊരുൾ, ആ പൊരുളാണ് ഇവിടെ ദേവി. അതുകൊണ്ട് ദേവി ഒരിക്കലും ഗോചരയല്ല, ദേവി അദൃശ്യയാണ്. അതുകൊണ്ട് ദേവി ദൃശ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 650 നാമം ഇത് തന്നെയാണ്, ദൃശ്യരഹിത. അപ്പോ ദൃശ്യങ്ങൾ ഇല്ലാത്തവളാണ്, രഹിത എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവൾ. അപ്പൊ ദേവിയിൽ നിന്നും അന്യമായിട്ടും ഭിന്നമായിട്ടും ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് ഒന്നും ദൃശ്യരഹിത, ദൃശ്യങ്ങളില്ല. ദേവിയിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സർവാതീതയാണ് ദേവി. ആ നാമവും കണ്ടു നമ്മൾ, ഇനി വരാൻ പോകുന്നുണ്ട്. ദേവി സർവാതീതയാണ്. അപ്പൊ സർവാതീതയായ ദേവിക്ക് എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടാവും? എല്ലാം ദേവിയുടെ ഉള്ളിലാണ്. അപ്പൊ ദേവിക്ക് പുറത്തൊന്നും കാണില്ല. ബ്രഹ്മം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന തേജസ്സാണ് ദേവി. അപ്പൊ ദേവിക്ക് ഒന്നും കാണാൻ പറ്റില്ല, ദൃശ്യരഹിതാണ്, ഒരു ദൃശ്യവും ഇല്ലാത്തവളാണ്. അതുകൊണ്ട് ദേവിയുടെ മായാശക്തി കൊണ്ട് ദേവിയുടെ സൃഷ്ടികൾക്ക് കാണാൻ പറ്റുന്നതാണ് ദൃശ്യങ്ങൾ. വളരെ പരിമിതമായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങൾ, പഞ്ചതത്വങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട്, ദേവിയുടെ മായാശക്തി കൊണ്ട്, അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ കാണാൻ മാത്രം ആർക്ക് പറ്റും? മായ കൊണ്ട്, മായയിൽ ഉണർന്ന ജീവജാലങ്ങൾക്ക് പറ്റും. അപ്പോ ദേവി ഇതിനെ, മായയ്ക്ക് അതീതയാണ് ദേവി, ദേവി തന്നെയാണ് മായ. അതുകൊണ്ട് ദേവി ദൃശ്യരഹിതയാണ്. ദേവിക്ക് ഒന്നും കാണാനായിട്ട് ഒന്നുമില്ല. അതാണ് ഇതിന് പറയുന്നത്, അല്ലെ? അതുകൊണ്ട് ദേവി എന്ത് പറയുന്നു? ദൃശ്യരഹിത എന്ന് പറയുന്നു. എല്ലാം ദേവി തന്നെയാണ്. സകലതും അത് തന്നെയായി മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളതിനെ ഉൾക്കൊണ്ടുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ, പുറത്ത് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ അത് തന്നെയാണ് നമ്മളും ഈ പ്രപഞ്ചത്തിന്റെ, ഈ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണെന്ന് അകത്തു നിന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രപഞ്ചം തന്നെയാണ് എവിടെയും നമുക്ക് കാണാൻ പറ്റുള്ളൂ, ആ ബ്രഹ്മസ്വരൂപം തന്നെയാണ് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോ ദൃശ്യരഹിത. ഇനി 651 നാമം വിജ്ഞാത്രി. നേരത്തെ നമ്മൾ കണ്ടതായിരുന്നു. വിശേഷേണ അറിയുന്നവൾ. ജ്ഞാത എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുന്നവൻ, ജ്ഞാത, അല്ലെ?
അപ്പോ ജ്ഞാത്രി എന്നുള്ളത് അതിന്റെ സ്ത്രീലിംഗമാണ്. അപ്പൊ വിശേഷേണ അറിയുന്നവൾ എന്നാണ്. അപ്പൊ ജ്ഞാത്രി, വിജ്ഞാത്രി എന്നുള്ള വിശേഷേണ എല്ലാം വിശേഷ ജ്ഞാനം കൊണ്ട് അറിയേണ്ട. ശരിക്കും ദേവിയെ അങ്ങനെ വിശേഷേണ അറിയുന്നവളാണ് ദേവി എന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം ദേവി തന്നെയാണ്. ഇവിടെ ശരിക്കും നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശേഷ ജ്ഞാനം കൊണ്ട് അറിയേണ്ടവളാണ്. വിശേഷേണ അറിയുന്നവൾ എന്നതിലുപരി വിശേഷേണ അറിയേണ്ടവൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഏറ്റവും യോജിക്കുന്നത്. കാരണം ഉപാസകന് സിദ്ധികൾ കൊണ്ട് അല്ലെങ്കിൽ ആ യോഗ കൊണ്ടും ജ്ഞാനം കൊണ്ടും ആരാധന കൊണ്ടും ഒക്കെ ദേവി രൂപത്തെ കാണാൻ സാധിക്കും, അങ്ങനെ അറിയാൻ സാധിക്കും. അതാണ് വിജ്ഞാത്രി. വിശേഷണ ജ്ഞാനം കൊണ്ട് അറിയാൻ കഴിയുന്നവളാണ്. യോഗ, തന്ത്ര, മന്ത്ര, കുണ്ടലിനി ശക്തികൾ, ആ ആരാധന സമ്പ്രദായങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ദേവിയെ നമ്മൾക്ക് പ്രകടമായിട്ട് അറിയാൻ പറ്റും. ആ അറിയപ്പെടുന്ന ശക്തി അതാണ് വിജ്ഞാത്രി. ഇനി മൂന്നാമത്തെ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ വിജ്ഞാനം നൽകുന്നവൾ. എല്ലാവർക്കും ജ്ഞാനം കൊടുക്കുന്ന ദേവിയാണ്. ദേവി ജ്ഞാനസ്വരൂപിണിയാണ്. അതുകൊണ്ട് ദേവി വിജ്ഞാത്രി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 652 നാമം നോക്കാം. വേദ്യവർജിത. വേദ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടതായിട്ടുള്ളവൾ. വേദ്യമായി എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടതായി എന്നാണ് അർത്ഥം. വർജിത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവൾ. അപ്പോ വേദ്യവർജിത, ദേവിക്ക് ഒന്നും അറിയപ്പെടേണ്ടതായില്ല. അപ്പൊ നേരത്തെ എന്തേ നമ്മൾ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് എന്താണ്? വിജ്ഞാത്രി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറയാണ് വേദ്യവർജിത എന്ന്. എല്ലാം ഓപ്പോസിറ്റ് ആണ് അല്ലെ? എല്ലാമാണ് ദേവി, എന്നാൽ ഒന്നുമല്ല ദേവി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ഒന്നും അറിയപ്പെടേണ്ടതായിട്ട് ദേവിക്കില്ല. കാരണം എല്ലാം ദേവി തന്നെയാണ്. വേദ്യമായി അല്ലെങ്കിൽ അറിയപ്പെടേണ്ടതായിട്ട് വർജിത, ഒന്നുമില്ലാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവി വേദ്യവർജിത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. യോഗിനി, 653 നാമം. യോഗിനി. ഇവിടെ വീണ്ടും ധ്യാനം കഴിഞ്ഞ് യോഗം വരുന്നു. യോഗം വീണ്ടും എന്താണ് യോഗം? ചിത്തവൃത്തി നിരോധം ആണ് യോഗം എന്ന പതഞ്ജലി. യോഗത്തിൽ നിന്നാണ് ധ്യാനത്തിലേക്ക് പോകുന്നത്. അപ്പോ ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ചിരിക്കുന്ന അവസ്ഥയാണ്, അല്ലാണ്ട് യോഗ ആസനങ്ങൾ ചെയ്യുന്നതല്ല യോഗം. യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധമാണ്. അപ്പൊ ശരിക്കും 4 വിധത്തിലുള്ള സാധന കൊണ്ട് ചിത്തവൃത്തി നിരോധിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോ അതൊക്കെ ഓരോ മന്ത്രജപം ചെയ്ത് മനനം ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് യോഗാവസ്ഥയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് ലയം എന്നുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഹഠവിദ്യകളുണ്ട്. ഹഠവിദ്യകളാൽ യോഗാവസ്ഥയിലേക്ക് പോകാൻ പറ്റും. പിന്നെ രാജ്യവിദ്യ എന്ന് പറഞ്ഞത്, ഇങ്ങനെ 4 തരത്തിലുള്ള 4 വിധത്തിലുള്ള സാധന കൊണ്ട് ചിത്തവൃത്തി നിരോധിച്ച് യോഗാവസ്ഥയെ പ്രാപിക്കാം. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇതൊക്കെ ദേവി തന്നെയാണ്. ഇപ്പൊ യോഗിനി എന്ന നാമത്തിൽ ദേവി അറിയപ്പെടാൻ കാരണം ആ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്ന എല്ലാ വിദ്യകളും ദേവി തന്നെയാണ്. ദേവിയുടെ കാരുണ്യത്താൽ ഉണ്ടായ വിദ്യകളാണ്. ദേവിയുടെ കാരുണ്യത്താൽ പ്രാപ്യമാകാവുന്ന വിദ്യകളാണ്. അതുകൊണ്ട് ആ വിദ്യകൾക്കൊക്കെ അധിപതിയായിട്ടുള്ള ദേവിയെ യോഗിനി എന്ന് പറയുന്നു. ഇനി വളരെ നമ്മൾ പഠിച്ച ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു, മൂലാധാര ചക്രം മുതൽ നമ്മുടെ ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രം വരെയുള്ള 6 ചക്രങ്ങളുടെ കുണ്ടലിനികളിലും ഓരോ ദേവതകളുണ്ട്. ഡാകിനി, ഭാഗിനി, ലാകിനി, രാഗിണി, സാകിനി എന്ന് പറഞ്ഞിട്ടുള്ള 6 ദേവതകളെ നമ്മൾ ഓരോ ചക്രങ്ങളിലും കണ്ടു. ചിലവർക്ക് സേവിതകളായിട്ട് 2 ദേവിമാരാണ്, ചിലവർക്ക് 4 ചിലവർക്ക് 10 14 ഇതെല്ലാം 16 ഇങ്ങനെ ഓരോ ചക്രങ്ങളിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ ഇവരൊക്കെ എന്താണ്? യോഗിനിമാരാണ്. ഭാഗിനി യോഗിനി, ഡാകിനി യോഗിനി, ലാകിനി യോഗിനി, സാകിനി യോഗിനി, രാഗിണി യോഗിനി, ഇതൊക്കെ യോഗിനിമാരാണ്. ഈ യോഗിനികളൊക്കെ ആരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദേവി തന്നെയാണ്. ഈ എല്ലാം ശരീരമായിട്ട് കുണ്ടലിനി ചക്രത്തിൽ ഇരിക്കുന്ന ദേവിയാണ്. ആ ദേവി തന്നെ സഹസ്രാരത്തിൽ എത്തുമ്പോൾ പരമേശ്വരിയായിട്ട് പരമേശ്വരനുമായിട്ട് യോജിക്കുകയാണ്. അപ്പോ ഈ കുണ്ടലിനി നമ്മളുടെ മൂലാധാര ചക്രത്തിൽ നിന്നും ആജ്ഞാചക്രം വരെ, ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രം വരെ എത്തി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന സാധകൻ പിന്നെ ഉയരുന്നത് എവിടേക്കാണ്? സഹസ്രാര പത്മത്തിലേക്കാണ്. അവിടെ എത്തുമ്പോഴാണ് ദേവിയുടെ ആ സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത എന്ന് നമ്മള് ഖഡ്വാങ്കാദി പ്രഹരണ വദനേ സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത, സർവവർണ്ണങ്ങളിലും
വ്യാപിച്ചിരിക്കുന്ന ആ ദേവിയായി മാറുന്നത്. അപ്പൊ അവിടെ എല്ലാം യോഗിനികളാണ്. അപ്പൊ ഈ യോഗിനികളൊക്കെ ആരാണ്? ദേവി തന്നെയാണ്, ദേവിയുടെ രൂപം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന എല്ലാ ആവൃതമായിരിക്കുന്ന യോഗിനികളാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ആ യോഗിനി സ്വരൂപമായിരിക്കുന്ന ദേവി, ആ ദേവിയെയും യോഗിനി എന്ന് പറയുന്നു. ഇനി നമ്മള് വേറെ മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത എന്നുള്ള ഒരു നാമം കണ്ടു. അല്ല, വലിയ നാമം, 16 അക്ഷരങ്ങളുടെ നാമമായിരുന്നു. മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. ഇപ്പോ മഹാചതുഷ്ഷഷ്ടി കോടി, ഷഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു 60 എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ശരിക്കും ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ഡി, മഹാലക്ഷ്മി, ഇങ്ങനെ 8 ദേവി രൂപത്തിലാണ് ദേവി ശക്തികൾ ഇരിക്കുന്നത്. ഈ 8 ശക്തികൾക്കും 8 ഉപദേവതകളുണ്ട്. അങ്ങനെ 8 × 8 64. അപ്പൊ മതാ ചതുഷ്ഷഷ്ടി കോടി. ഓരോ ഉപദേവതകൾക്കും ഓരോ കോടി ഉപദേവതകളുണ്ട്. അപ്പോ ഈ 64 ഉപദേവതകള് കൂടിക്കഴിഞ്ഞാൽ മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവത സേവിത എന്നായി മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള യോഗിനികളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ യോഗിനി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദേവിയുടെ അംശാവതാരങ്ങളാണ്, ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി യോഗിനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 654 നാമം യോഗദ. അപ്പോ യോഗത്തെ ദാനം ചെയ്യുന്നവൾ. ദാ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൾ, പ്രദാനം ചെയ്യുന്നവൾ. അപ്പൊ യോഗശക്തികള് പ്രദാനം ചെയ്യുന്നതാണ് ദേവി. ഇപ്പൊ നമ്മൾ കണ്ടു മന്ത്രം, ലയം, ഹഠം, രാജം, ഇങ്ങനെ ചിത്തവൃത്തി നിരോധകമായിട്ടുള്ള എല്ലാ യോഗതന്ത്രങ്ങളും എത്ര പരിശ്രമിച്ച് അഭ്യസിച്ചാലും ആ ദേവി കാരുണ്യം കൊണ്ട് മാത്രമേ അവിടെ അത് പ്രധാനം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോ ദേവിയുടെ തന്നെ ഏത് തന്ത്രം, ഏത് മന്ത്രവും, ഏത് രാജവും, ഏത് ഹഠവിദ്യയും നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിലും ദേവി കാരുണ്യം വേണം. യോഗത്തെ ദാനം ചെയ്യുന്നവളാവണം. എന്നാൽ മാത്രമേ ചിത്തവൃത്തി നിരോധം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുക, അത് മാത്രമേ വഴിയുള്ളൂ. അപ്പോ യോഗവിദ്യകളും സിദ്ധികളും നൽകുന്നവളാണ്. ഇപ്പൊ നോക്കുക, ഇനി വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കർമ്മയോഗമുണ്ട്, രാജയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. ഇതൊക്കെ സാധകന് കൊടുക്കുന്നത് ആരാണ്? ദേവിയാണ്. അതുകൊണ്ട് യോഗത്തെ ദാനം ചെയ്യുന്നവളായ ദേവിക്ക് നമസ്കാരം. യോഗദ. ഇനി 655 നാം നോക്കാം. യോഗ്യ, യോഗം അർഹിക്കുന്നവൾ. അപ്പൊ ദേവി നേരത്തെ യോഗം പ്രദാനം ചെയ്യുന്നവളായിരുന്നു. ഇവിടെ യോഗം അർഹിക്കുന്നവൾ, അല്ലെങ്കിൽ യോഗത്തിലൂടെ പ്രാപിക്കേണ്ടവൾ. രണ്ടായിട്ടും അർത്ഥമെടുക്കാം. യോഗം അർഹിക്കുന്നവളായ ദേവി, ആ ദേവിക്ക് നമസ്കാരം. അല്ലെങ്കിൽ യോഗത്തിലൂടെ പ്രാപിക്കാൻ സാധിക്കുന്നവളായ ദേവി, ആ ദേവിക്ക് നമസ്കാരം. യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വേണം, ചിത്തവൃത്തി നിരോധമാണ് യോഗം. അപ്പോ നിത്യമായിട്ടുള്ള കൈവല്യ പദത്തിനുള്ള മാർഗമാണ് യോഗം. അപ്പോ ആ യോഗാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ദേവി പ്രസാദിക്കും. ഇത്തരത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സാധന ചെയ്തിട്ട് പ്രാപിക്കാൻ കഴിയുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ എന്ത് പറയുന്നു? യോഗ്യ എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ മറ്റൊരർത്ഥം നോക്കുകയാണെങ്കിൽ യോഗം എന്ന മാർഗവും അതിന്റെ ലക്ഷ്യവും, യോഗം എന്ന മാർഗത്തിന്റെ ലക്ഷ്യം എന്താണ്? ചിത്തവൃത്തി നിരോധം. ചിത്തവൃത്തി നിരോധം കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണ് എത്തിച്ചേരുന്നത്? ബ്രഹ്മസ്വരൂപിയായ ദേവിയുടെ ദർശനം. അപ്പോ ചുരുക്കത്തില് ആത്മതത്വത്തെ അറിയുക എന്നുള്ളതാണ് യോഗയുടെ ലക്ഷ്യം. യോഗ അതിനുള്ള മാർഗം, യോഗം ആ ലക്ഷ്യം. അത് രണ്ടും ആരാണ്? ദേവി തന്നെയാണ്. മാർഗവും ദേവി തന്നെ, ലക്ഷ്യവും ദേവി തന്നെ. അതുകൊണ്ട് ദേവി യോഗ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 655 നാമം. ഇനി 656 നാമം യോഗാനന്ദ. യോഗാനന്ദം എല്ലാം കണക്റ്റഡ് നാമങ്ങളാണ്. യോഗത്താലുള്ള ആനന്ദത്തോടു കൂടിയവൾ. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്താണ്? സഹസ്രാര ചക്രത്തിലെത്തി ആ പരമശിവനുമായിട്ട് അങ്ങനെ രമിക്കുന്ന ആ ദേവി, അവിടുന്ന് വരുന്ന പീയൂഷധാര, ആ ധാരയിൽ ആനന്ദിക്കുന്ന സാധകൻ, ആ സാധകൻ തന്നെ ദേവി തന്നെയായി മാറുകയാണ്. ആ സാധകൻ, ആ ആനന്ദചിത്തനായിട്ടുള്ള ആ സാധകന്റെ രൂപത്തിലുള്ള ദേവി യോഗാനന്ദയാണ്. അപ്പോ യോഗാവസ്ഥയിൽ ആനന്ദചിത്തയായിരിക്കുന്ന ആ സമ്പൂർണമായിട്ടുള്ള ചിത്തവൃത്തി നിരോധത്താൽ നമ്മൾ എല്ലാവരും ആ ദേവിയെ പ്രാപിക്കുന്ന അവസ്ഥ, ആ അവസ്ഥ യോഗാനന്ദമാണ്. അത് തന്നെയാണ് ആ യോഗാനന്ദം എന്ന അവസ്ഥയോട് കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം യോഗാനന്ദ. ഇവിടെ ശിവശക്തി ഐക്യരൂപമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നവളാണ് ദേവി. ആ അനുഭവം നമ്മൾക്ക് കിട്ടുമ്പോഴും നമ്മളും യോഗാനന്ദന്മാരായി മാറും, അല്ലെങ്കിൽ യോഗാനന്ദകളായി മാറും. ആ കുളാർണവം രുചിക്കാനുള്ള, അത്
അത് അനുഭവിക്കാനുള്ള ആ യോഗം, അതാണ് അതിൽ നിന്നും വരുന്ന ആനന്ദമാണ് യോഗാനന്ദം. ഇപ്പോ ശരിക്കും ജീവ ബ്രഹ്മ ഐക്യം തന്നെയാണ് യോഗം. ചിത്തവൃത്തികളെ നിരോധിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? ജീവന്റെ ബ്രഹ്മമാണ് നാം എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പൊ അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നേ ഉള്ളൂ, രണ്ടില്ല. നാമും ദൈവവും, ബ്രഹ്മവും നമ്മും വേറെയാണ് എന്നില്ല പിന്നെ. അപ്പോ ജീവബ്രഹ്മ ഐക്യം തന്നെയാണ് യോഗം. അപ്പോ വാസ്തവത്തില് ബ്രഹ്മവും നമ്മളും രണ്ടല്ല, അതൊരു മിഥ്യാബോധമാണ്. ആ മിഥ്യാബോധം മാറുമ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ് യോഗാവസ്ഥ. ആ യോഗാവസ്ഥയിൽ ഉണ്ടാവുന്ന ആനന്ദമാണ് യോഗാനന്ദം. അത് തന്നെയാണ് ശിവശക്തി ഐക്യം. ശക്തി, പ്രാണശക്തി കുണ്ടലിനിയായിട്ട് നമ്മുടെ ശരീരത്തിലിരിക്കുന്നു. അതുപോലെ തന്നെ ആ പ്രാണശക്തി നമ്മുടെ സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് ഐക്യം പ്രാപിക്കുന്നു. ഇവിടെ ദേവിയല്ല രമിക്കുന്നത്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ജീവ ചൈതന്യത്തെയാണ് നമ്മൾ പരമശിവനുമായിട്ട്, ആ പരമേശ്വരനുമായിട്ട് ലയിപ്പിക്കുന്നത്. അവിടെയാണ് ശിവശക്തി ഐക്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ദേവി യോഗാനന്ദ. ഇനി യോഗം മൂലം ജീവാത്മാവിന് ചിദാനന്ദം ഉണ്ടാവുന്നു. ശരിക്കും യോഗാനന്ദകരി രിപുക്ഷേകരി ധർമാർത്ഥനിഷ്ഠാകരി എന്ന് ആചാര്യസ്വാമികള് അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ പാടിയിരിക്കുന്ന ആ യോഗാനന്ദകരി, ആ യോഗം പ്രദാനം ചെയ്യുന്നവളും ദേവി തന്നെയാണ്. അപ്പൊ യോഗാനന്ദം അനുഭവിക്കാൻ നമ്മൾക്കൊക്കെ എന്നെങ്കിലും ഒരു നിമിഷമെങ്കിലും അനുഭവിക്കാൻ യോഗമുണ്ടായിരിക്കട്ടെ എന്ന് നമുക്കിവിടെ പ്രാർത്ഥിക്കാം. എന്നിട്ട് 657 നാമത്തിലേക്ക് പോവാം. യുഗന്ധര. യുഗന്ധര, ആദ്യമായിട്ട് യുഗങ്ങളെ ധരിക്കുന്നവൾ, അല്ലെ? അപ്പോ യുഗങ്ങള് ഹൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളാണ് നമ്മള് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ഈ യുഗങ്ങളെ ധരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി യുഗന്ധര എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ ദേവി ആരാണ്? കാലസ്വരൂപിണിയാണ്. എല്ലാ യുഗങ്ങളെയും ദേവി തന്നെയാണ് ധരിക്കുന്നത്. ഇനി യുഗം എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്, അത് ഇവിടെ യോജിക്കും. ഇരട്ട, നമ്മൾ യുഗ്മഗാനം എന്ന് പറയും, അല്ലെ? അല്ലെങ്കിൽ നയനയുഗം, ചരണയുഗം. അപ്പോ രണ്ട് എന്നുള്ള അർത്ഥത്തിലും യുഗം എന്ന് പറയുന്നു. അപ്പോ ദ്വന്ദ്ങ്ങളെ ധരിക്കുന്നവളാണ് ദേവി, അല്ലെ? ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനും ബ്രഹ്മവും രണ്ടും ദേവി തന്നെയാണ്. ഇരുട്ടും വെളിച്ചവും രണ്ടും ദേവി തന്നെയാണ്. അതുപോലെ തന്നെ ചൂടും തണുപ്പും ദേവി തന്നെയാണ്. സുഖവും ദുഃഖവും ദേവി തന്നെ. എല്ലാ ദ്വന്ദ്ങ്ങളും ദേവി തന്നെയാണ്. അതാണ് എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണുന്ന എല്ലാ ദ്വന്ദ്ങ്ങളും ദേവി തന്നെയാണ്. അതുകൊണ്ട് യുഗങ്ങളെ ധരിക്കുന്നവൾ, ദ്വന്ദ്ങ്ങളെ ധരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് യുഗന്ധര, അല്ലെങ്കിൽ യുഗങ്ങളെ, കൃതയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ കാല സ്വരൂപിണിയായിട്ട് യുഗങ്ങളെ ധരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ടും യുഗന്ധര എന്ന് പറയും. ഇനി യുഗം എന്ന് പറഞ്ഞാൽ നുകം എന്നർത്ഥമുണ്ട്. നമ്മുടെ ഇപ്പൊ ഒരു കാളവണ്ടി ഭാരം വലിക്കുന്നത് എങ്ങനെയാണ്? ആ കാളയുടെ ചുമലിൽ വെച്ചു കൊടുത്തിരിക്കുന്ന നുകത്തിലാണ്. അപ്പൊ ആ നുകം ദുർബലമായി കഴിഞ്ഞാൽ നുകം പൊട്ടും, അല്ലെ? അപ്പൊ ഭാരം വഹിക്കുന്നതിൽ നുകം, കാള വലിക്കുന്ന അത്രയും ഭാരം, ആ ആ മുഴുവൻ ഭാരവും വരുന്നത് നുകത്തിലാണ്. നുകം എന്ന് പറഞ്ഞാൽ ദുരം എന്നുള്ള അർത്ഥവും എന്നുള്ള ഒരു ഇപ്പൊ യുഗം എന്ന് പറയുന്ന പോലെ ദുരം എന്നും സംസ്കൃതത്തില് നുകത്തിന് പറയും. അപ്പോ ശരിക്കും യുഗന്ധര എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നുകമായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ ഭാരം മുഴുവൻ വഹിക്കുന്നവളാണ് ദേവി. അതുകൊണ്ടും ദേവിയെ യുഗന്ധര എന്ന് പറയുന്നു. ഇനി യുഗം എന്നുള്ളതിന് ദുരം എന്നും പറയും. രണ്ട് പേരുകളുണ്ട്. ഇപ്പൊ ദുരം എന്ന് പറഞ്ഞാൽ നുകമാണ്. അപ്പൊ ദുരന്ധര, അവനൊരു ദുരന്ധരനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് പറയാം ദുരന്തരാത്മീച്ചെ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ കേപ്പബിൾ ആയിട്ടുള്ള, ശക്തിയായിട്ടുള്ള, നല്ല ശക്തനായിട്ടുള്ള ആള് എന്നുള്ളതാണ്. അപ്പോ ദുരന്തരൻ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ്, നല്ല നന്നായിട്ട് എല്ലാം ശക്തനായിട്ടുള്ള ആള് എന്നാണ് അർത്ഥം. ഇവിടെ ദേവി യുഗന്ധര എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് യുഗം. ആ പിന്നെ നുകം വെച്ച ഈ പ്രപഞ്ചത്തിന്റെ ഭാരം മുഴുവൻ തന്റെ ശരീരത്തിൽ ഏറ്റുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി യുഗന്ധര. അപ്പൊ 3 അർത്ഥങ്ങള് നമ്മളിവിടെ പറഞ്ഞു. ഒന്ന് കാലസ്വരൂപിണിയായിട്ടുള്ള ദേവി, രണ്ടാമത് എല്ലാ ദ്വന്ദ്ങ്ങളെയും വഹിക്കുന്ന ദേവി, മൂന്നാമത് ഈ ലോകത്തിന്റെ ഭാരം മുഴുവൻ നുകമായിട്ട് തന്റെ ചുമലിലേറ്റുന്ന ദേവി. അതുകൊണ്ട് ദേവി യുഗന്ധര.
ഇനി 130 ശ്ലോകത്തിലേക്ക് പോവാണ് നമ്മൾ. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാരാ സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ഒറ്റ നാമമാണ്. സർവാധാര സുപ്രതിഷ്ഠ സത്സദ്രൂപധാരിണി. 658 മുതൽ 661 വരെയുള്ള 4 നാമങ്ങളാണ് ഇവിടെയുള്ളത്. നമുക്ക് പെട്ടെന്ന് കാണാം. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി. ഇത് നമ്മൾ പല പ്രാവശ്യങ്ങളിലും പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. അപ്പൊ പരമാത്മാവിന്റെ ശക്തിത്രയങ്ങളാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവ. ഈ 3 തുടങ്ങുന്നത് എവിടുന്നാണ്? പരമാത്മാവിൽ നിന്നാണ്, ദേവിയിൽ നിന്നാണ്, ഈ ബ്രഹ്മത്തിൽ നിന്നാണ്. ദേവി തന്നെയാണ് ബ്രഹ്മം. അപ്പോ പൂർണ്ണ രൂപമാണ് അതിന്റെ. ആ പൂർണ്ണ രൂപം ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും അടങ്ങിയതാണ്. നാം എല്ലാം ഈ കാണുന്ന പ്രപഞ്ചവും നാം എല്ലാം ഈ നമ്മിൽ കാണുന്ന ഇച്ഛാശക്തിയും നമ്മിൽ കാണുന്ന ജ്ഞാനശക്തിയും നമ്മിൽ കാണുന്ന ക്രിയാശക്തിയും അതിന്റെ സ്ഫുരണങ്ങൾ മാത്രമാണ്. ആ ബ്രഹ്മത്തിന്റെ ബ്രഹ്മസ്വരൂപിണിയായ ദേവിയുടെ ഇച്ഛാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തിയുടെയും സ്ഫുരണങ്ങൾ മാത്രമാണ് നമ്മിൽ കാണുന്നത്. ഇപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. എന്താണ്? ഒരു പശു അല്ലെങ്കിൽ ഒരു മൃഗം, നമ്മള് നാഷണൽ ജിയോഗ്രാഫിക് ചാനലൊക്കെ കാണുമ്പോൾ നല്ല വന്യമൃഗങ്ങൾ നടന്നിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു മൃഗം, ഒരു മാനോ അല്ലെങ്കിൽ ഒരു ജിറാഫോ ഒക്കെ പ്രസവിക്കുന്നു. എത്ര ഉയരത്തുനിന്നാണ് പ്രസവിച്ച് വീഴുന്നത്? ചെറിയ കുട്ടിക്ക് ഉടനടി എണീറ്റ് നിൽക്കാനുള്ള ഒരു ഇച്ഛ, അമ്മയുടെ അകിട്ടിൽ നിന്നും പാല് കുടിക്കണം, ആ ഇച്ഛയാണ്. ആ ഇച്ഛാശക്തി കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ആ ദേവിയുടെ ഇച്ഛാശക്തിയുടെ സ്ഫുരണമായിട്ടാണ്. ഒന്നുമില്ലാതെ വന്യജീവികളുടെ ഒരു കാട്ടിൽ കിടക്കുന്ന, ആരും ഒന്നും ചെയ്തു കൊടുക്കാനില്ലാത്ത, സഹായമില്ലാത്ത ആ കുട്ടി ആ ഇച്ഛാശക്തി ഉണ്ടാവുന്നു. ആ ഇച്ഛാശക്തി കൊണ്ട് ജ്ഞാനശക്തി ഉണ്ടാവുന്നു. ജ്ഞാനശക്തി എന്താണ്? ഇവിടെ എനിക്ക് അമ്മയുടെ അകിട്ടിൽ നിന്നും എന്റേക്ക് ശക്തി പകരാനുള്ള പാലുണ്ട് എന്നുള്ള ജ്ഞാനം കിട്ടുന്നു ആ കുട്ടിക്ക്. ആ ജ്ഞാനം കിട്ടുമ്പോൾ ആ കുട്ടി പരിശ്രമിക്കുന്നു, ക്രിയാശക്തിയായി മാറുന്നു. അങ്ങനെ അകിട് തപ്പിപ്പിടിച്ച് പാല് കുടിക്കുന്നു. 5 മിനിറ്റിനുള്ള ഓടാൻ തുടങ്ങുന്നു. അല്ലെ? മനുഷ്യന്റെ കുട്ടികൾ മാത്രമാണ് ഇങ്ങനെ ഒരു 9 വർഷക്കാലം അല്ലെങ്കിൽ 12 വർഷക്കാലം ഡിപ്പെൻഡന്റ് ആയി കഴിയുന്നത്. ഇന്ത്യയിലൊക്കെ എന്ന് വെച്ചാൽ 22 വർഷവും ഡിപ്പെൻഡന്റ് ആണ്. അപ്പോ ഇത്രയും സമയം കിട്ടിയിട്ട് ഒരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോൾ ആ കുട്ടി സത്സ്വഭാവി ആകുന്നില്ലെങ്കിൽ അത് മാതാപിതാക്കളുടെ തന്നെ കുഴപ്പമാണ് എന്നോർത്തോളുക. കാരണം ഒരു നിമിഷം പോലും ഇല്ല ആ പരപ്രാണി വന്ന് പിടിച്ചുകൊണ്ടുപോകും. അതിന്റെ മുന്നേ ശക്തി കിട്ടണം. അതിനു വേണ്ടി സ്വയം എണീറ്റ് നിന്ന് സ്വയം പാല് കുടിച്ച് സ്വയം ഓടാൻ തുടങ്ങുന്ന ആ ഒരു മൃഗത്തിന്റെ കുഞ്ഞും നമ്മുടെ കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കൂ. നമ്മൾക്ക് ഇഷ്ടം പോലെ സമയം, ന്യൂറോൺ അത്രയും വികസിച്ചതാണ് മനുഷ്യന്റെ. എന്നിട്ടും നമ്മൾക്ക് അവർക്ക് വേണ്ട ജ്ഞാനം പകർന്നു കൊടുക്കാൻ പറ്റാതെ പോകുന്നു. നമ്മളുടെയൊക്കെ ഒരു വലിയ കുറവാണത്. ഇപ്പോ പരമാത്മാവിന്റെ ശക്തിത്രയങ്ങളാണ് ഇത് മൂന്നും. ഇനി പ്രപഞ്ച സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് മൂന്നും ചെയ്യുന്നത് ആരാണ്? ഈ 3 ശക്തികളെ കൊണ്ടാണ് ദേവി ചെയ്യുന്നത്. അപ്പോ ബ്രഹ്മം നമ്മൾ കണ്ടു, ആ പരശിവനെ പലതാകാൻ തോന്നി. അപ്പൊ ആ പലതാകാൻ തോന്നിയതാണ് ഇച്ഛാശക്തി, അല്ലെ? അപ്പോ അത് കഴിഞ്ഞ് ആ ഇച്ഛാശക്തി കൊണ്ട് തപസ് ചെയ്തു. ബ്രഹ്മാവ് തപസ് ചെയ്തു സൃഷ്ടിക്ക് മുന്നേ, നമുക്കറിയാം. അങ്ങനെ തപസ് ചെയ്യുന്നതാണ് ജ്ഞാനശക്തി. അവിടുന്ന് തന്നെ ക്രിയ ചെയ്തിട്ട് പ്രപഞ്ചത്തെയും ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നു. അപ്പോ ബ്രഹ്മാണ്ടം ഉണ്ടായത് അങ്ങനെ. ഇപ്പൊ പശു എങ്ങനെയാണ്, പശുക്കുട്ടി അല്ലെങ്കിൽ മൃഗത്തിന്റെ കുട്ടി എങ്ങനെയാണ് ഓടാൻ തുടങ്ങിയത് എന്നതുപോലെ തന്നെ ഈ ബ്രഹ്മാണ്ട സൃഷ്ടിയും ദേവി, ജഗജ്ജനനിയായ ദേവി നടത്തുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോ ദേവിയുടെ ശിരസിനെ ഇച്ഛാശക്തിയായിട്ടും ഉടലിനെ ജ്ഞാനശക്തിയായിട്ടും അതുപോലെ തന്നെ അധോഭാഗത്തെ ക്രിയാശക്തിയായിട്ടും ഗണിക്കുന്നു. അപ്പോ ഇച്ഛാശക്തിയായിരിക്കുന്നത് സഹസ്രാരത്തിലെ ശിവനാണ്. അതുപോലെ തന്നെ ജ്ഞാനശക്തിയായിട്ടിരിക്കുന്നത് ബ്രഹ്മാവാണ്. ക്രിയാശക്തിയായിട്ട് പരിപാലനം ചെയ്യുന്നത് വിഷ്ണുവാണ്. അതുകൊണ്ട് ഇത് മൂന്നിന്റെയും ആ എംബോഡിമെന്റ് ആണ് ദേവി, ഇച്ഛാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തിയുടെയും. അതുകൊണ്ട് ദേവിയെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി, അത് തന്നെ സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. ഇനി 659 നാമം സർവാധാര, എളുപ്പമുള്ള നാമമാണ്. സർവത്തിനും
ആധാരമായവൾ. ഒന്നും ബാക്കിയില്ല. എല്ലാ ലോകങ്ങൾക്കും ആധാരമായവളാണ് ദേവി. സകല പ്രപഞ്ചങ്ങളും ദേവിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ദേവിയാണ് അതിനൊക്കെ ആധാരം. അത് കഴിഞ്ഞാൽ പരാശക്തി എല്ലാറ്റിനും ആധാരഭൂതയാണ്. ഇപ്പോ വസ്ത്രം, ഇപ്പൊ ഈ വസ്ത്രം കാണുന്നു. ഈ വസ്ത്രം എവിടുന്നാ ഉണ്ടായി? അപ്പൊ നമ്മൾ നൂലിന്നാ ഉണ്ടായത്. നൂല് എവിടുന്നാ ഉണ്ടായത്? അത് പഞ്ഞിന്നാ ഉണ്ടായത്. പഞ്ഞിന്നാ നൂൽ. പഞ്ഞി എവിടുന്നാ കിട്ടിയത്? പരുത്തിച്ചെടിന്നാ കിട്ടിയത്. അല്ലെങ്കിൽ പഞ്ഞിയുടെ മരത്തിൽ നിന്നാ കിട്ടിയത്. പരുത്തിച്ചെടി എവിടെ ഉണ്ടായത്? ഭൂമിയിലാണ് ഉണ്ടായത്. ഭൂമി എവിടെ ഉണ്ടായത്? ഭൂമി നമ്മൾക്കറിയാം പഞ്ചഭൂതങ്ങളിലെ അവസാനത്തേതാണ് ഭൂമി. അത് കഴിഞ്ഞാൽ ജലം. ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. ഭൂമി ജലം എവിടുന്നാണ് ഉണ്ടായത്? അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടായത്. അഗ്നി എവിടുന്നാണ് ഉണ്ടായത്? വായുവിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. വായു എവിടുന്നാണ് ഉണ്ടായത്? ആകാശത്തിൽ. ആകാശം മീൻസ് സ്പേസ്. സ്പേസിൽ നിന്നാണ് വായു ഉണ്ടായത്. ഇനി ആകാശം എവിടെ നിന്നാണ് ഉണ്ടായത്? ആദ്യമായിട്ട് ആകാശം ഉണ്ടായത് ഈ നാം നമ്മൾ കണ്ടതായിരുന്നു. അപ്പോ അഹങ്കാരത്തിൽ നിന്നാണ് ആകാശം ഉണ്ടാവുന്നത്. അഹങ്കാരം മഹത്വത്വത്തിൽ നിന്നും ഉടലെടുക്കുന്നു. മഹത്വത്വം എവിടുന്ന് വന്നു? മൂലപ്രകൃതിയിൽ നിന്നും വരുന്നു. മൂലപ്രകൃതി അവ്യക്തതയിൽ നിന്നും വരുന്നു. അവിടെയാണ് ചൈതന്യ സ്വരൂപിണിയായ ദേവി തന്നെയാണ് അവ്യക്തം. അല്ലെ? വ്യക്ത സ്വരൂപിണി എന്നുള്ള നാമം വരുമ്പോഴപ്പോ അവ്യക്തം ചൈതന്യ സ്വരൂപിണിയായ ദേവിയാണ്, ബ്രഹ്മമാണ്. അപ്പൊ ആ ബ്രഹ്മത്തിൽ നിന്നാണ്, ആ ബ്രഹ്മം ആദ്യം അവ്യക്തമായിരുന്നു. അതിനുശേഷം അതിന് പലതായി പോലാൻ തോന്നി. അങ്ങനെ പലതായി തോന്നുമ്പോൾ മൂലപ്രകൃതി ഉണ്ടായി, മഹത്വത്വം ഉണ്ടായി, അഹങ്കാരമുണ്ടായി, ആകാശമുണ്ടായി, വായു ഉണ്ടായി, അഗ്നി ഉണ്ടായി, ജലമുണ്ടായി, ഭൂമി ഉണ്ടായി. അവിടുന്ന് പരുത്തിച്ചെടി ഉണ്ടായി. പരുത്തിച്ചെടിയിൽ നിന്നും പഞ്ഞി ഉണ്ടായി. പഞ്ഞിയിൽ നിന്നും നൂലുണ്ടായി. നൂലിൽ നിന്നും വസ്ത്രം ഉണ്ടാക്കി. എന്തെടുത്താലും ഈ സീക്വൻസേ കിട്ടുള്ളൂ. അവസാനിക്കുന്നത് എവിടെയാണ്? ബ്രഹ്മത്തില്. അതുകൊണ്ട് സർവാധാര. ഇത് ഞാൻ അത്ര വലിയ തോപ്പാണ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്കൊക്കെ പറയാം, എല്ലാറ്റിനും ആധാരം ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ലീലാ ക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല. ആ ഈ ബ്രഹ്മാണ്ട മണ്ഡലത്തിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദേവി. ഇനി 660 നാമം നോക്കാം. സുപ്രതിഷ്ഠ. അപ്പോ ഇങ്ങനെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പിച്ചു വെച്ചു. അതാണ് അതിന്റെ അർത്ഥം. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കുള്ള അർത്ഥം ഉറപ്പിച്ചു വെച്ചു എന്നുള്ളതാണ്. ഇളകാതെ ഉറപ്പിച്ചു വെച്ചു. സുപ്രതിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഷ്ടുവായ പ്രതിഷ്ഠയോട് കൂടിയവൾ, നന്നപോലെ പ്രതിഷ്ഠയായവള്, നല്ലപോലെ ഉറച്ചു നിൽക്കുന്നതാണ്. അപ്പൊ ദേവി കാലം കൊണ്ട് എല്ലാം നശിക്കും, അല്ലെ? ഒന്നിനും സ്ഥിരതയില്ല. അതേസമയത്തോ ദേവിക്ക് ഒരു നാശവുമില്ല. മഹാപ്രളയ സാക്ഷിണി എന്നുള്ള നാമം നമ്മൾ കണ്ടു. മഹാപ്രളയ സമയത്തും ദേവി മഹാതാണ്ഡവത്തിന് സാക്ഷിയായി നിൽക്കുകയാണ് പരമശിവന്റെ. അപ്പൊ ദേവിക്ക് ഒരു കാലത്തും നാശമില്ല. വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഉടലെടുക്കും. പക്ഷെ പരാശക്തിയായ ദേവിക്ക് നാശമില്ല. അതുകൊണ്ട് പ്രതിഷ്ഠ ആ ലളിതാംബിക മാത്രമാണ് പ്രളയകാലത്ത് പോലും ആ നിലനിൽക്കുന്നത്. എല്ലാ ജഗത്തുക്കളെയും തന്നില് ശ്രേഷ്ഠമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നവളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേവി. അപ്പൊ ദേവി തന്നെയാണ് സുപ്രതിഷ്ഠ. ഒരു നാശങ്ങളുമില്ലാതെ സുസ്ഥിരമായിട്ട് സ്ട്രോങ് ആയി നിൽക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി സുപ്രതിഷ്ഠ. അതുപോലെ തന്നെ എല്ലാ ജന്തുക്കളെയും സ്ഥിരമായിട്ട് തന്നിൽ പ്രതിഷ്ഠിച്ചവളാണ്. വേണ്ടപ്പോ നശിപ്പിക്കും, പക്ഷെ ഒരിക്കലും നശിച്ചു പോവില്ല. തിരോധാനം. അത് കഴിഞ്ഞാൽ ലയം. ഇതിനെ മാറ്റിക്കളയാണ്. വേണ്ടപ്പോ വീണ്ടും അടുത്ത യുഗം വരുമ്പോ അവരൊക്കെ തിരിച്ചു വരും. അതാണ് അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിന് പേടകത്തിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നോഹയുടെ പേടകത്തിലെ എല്ലാറ്റിനെയും പിടിച്ചെടുത്തിട്ടു. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ലയവും തിരോധാനവും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ സൃഷ്ടിസ്ഥിതി ലയ തിരോധാനമാണ് 4, അല്ലെ? അത് കഴിഞ്ഞാൽ ശരിക്കും ഇനി ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠ ചെയ്തു എന്ന് പറയും. അതെന്താണ്? ശ്രേഷ്ഠങ്ങളെ വിധിപ്രകാരം, മന്ത്രവിധി പ്രകാരം കൃത്യമായിട്ട് ഉറപ്പിക്കുകയാണ് ആ ചൈതന്യത്തെ. അതിനെയാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോ ക്ഷേത്രങ്ങളിൽ മന്ത്രവിധി പ്രകാരം വേണ്ട വിധത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ സുപ്രതിഷ്ഠ എന്ന് പറയുന്നു. അപ്പൊ 3 തരത്തിലുള്ള അർത്ഥങ്ങൾ കണ്ടു. ആദ്യമായിട്ടത് ശ്രേഷ്ഠമായ പ്രതിഷ്ഠയോട് കൂടിയവളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നാശമില്ലാത്ത സുസ്ഥിരയാണ് ദേവി എന്നുള്ളതാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള അർത്ഥം. രണ്ടാമത്തെ അർത്ഥം നമ്മൾ കണ്ടത് എന്താണ്? എല്ലാ ജന്തുക്കളെയും തന്നിൽ അങ്ങനെ ശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവളാണ് ദേവി. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ
സുസ്ഥിരമായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ടൊക്കെ ദേവിയുടെ നാമം സുപ്രതിഷ്ഠ. ഇനി അവസാനത്തെ നാമം നോക്കാം. നമുക്ക് ആ ശ്ലോകത്തിലെ 130 661 സദസദ്രൂപധാരിണി. സത്ത് അസത്ത്, വീണ്ടും ദ്വന്ദ്ങ്ങളാണ് വരുന്നത്. സത്ത് അസത്ത്, ഇത് രണ്ടിന്റെയും രൂപം ധരിച്ചവൾ. സതും അസത്തും, സത്തും അസത്തും രൂപം ധരിച്ചവളാണ് ദേവി. അപ്പോ പരമാർത്ഥവും നിത്യവുമായുള്ളതാണ് സത്ത്. അതോ അസത്ത് എന്നുള്ളതോ ഉള്ളതായി തോന്നിക്കുന്നതും അനിത്യവും. ഇപ്പോ ലോകമുണ്ട്, നമ്മളുണ്ട്, ശരീരമുണ്ട്, നമ്മൾ തന്നെയാണിത്, ഇത് നശിക്കില്ല, ഇതൊക്കെ നമുക്ക് തോന്നുകയാണ്. പക്ഷെ അത് അനിത്യമാണ്. അപ്പോ ശരിക്കും പരമാർത്ഥവും നിത്യമായിട്ടുള്ളതാണ് ബ്രഹ്മം. നമ്മൾ ധാരാളം കണ്ടു കഴിഞ്ഞു അതിനെ. ആ ബ്രഹ്മത്തെ അടുത്തറിയും. എല്ലാ ശ്ലോകങ്ങളിലും ഈ ബ്രഹ്മം വരുന്നുണ്ട് ഈ ഒരു പിന്നെ ലളിതാ സഹസ്രനാമത്തില്. അപ്പൊ സത്തും അസത്തും, അസത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതായി തോന്നിക്കും, എന്നാൽ ശരിയായില്ല, മായയാണ്. മായയും ബ്രഹ്മവും, അത് രണ്ടുമാണ് ഇവിടെ. അപ്പോ ഈ രണ്ട് രൂപങ്ങളും ആരാണ് ധരിച്ചിരിക്കുന്നത്? ദേവി തന്നെയാണ്. ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി തന്നെയാണ് മായയുടെയും ധാരണ ചെയ്തിരിക്കുന്നത്, ബ്രഹ്മത്തിന്റെയും ധാരണ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദേവി സദസദ്രൂപധാരിണി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ധർമാനുസൃതമായതിനെ സത്ത് എന്ന് പറയുന്നു. ധർമ്മം, എല്ലാ ധർമ്മങ്ങളെ വിരുദ്ധമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെ അസത്ത് എന്ന് പറയുന്നു. നമ്മള് അവനൊരു അസത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം ധർമ്മത്തിന് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് അർത്ഥം. അപ്പോ ലൗകികതയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ധർമ്മങ്ങളും നിവർത്തിക്കുന്ന കർമ്മം അത് സത്താണ്. എല്ലാ അകർമ്മങ്ങൾ, ധർമ്മവിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അസത്താണ്. ഇതും ദേവി തന്നെയാണ്. ദേവി തന്നെയാണ് കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ജന്മം കൊടുത്ത് അവരെ ഇങ്ങനെ ലീലകൾ ആടിക്കുന്നത്. അതുകൊണ്ട് ദേവി സദസദ്രൂപധാരിണി, സത്തിന്റെയും അസത്തിന്റെയും രൂപം ധരിച്ചവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. ഇങ്ങനെ ഇപ്പോ നമ്മള് 130 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി പെട്ടെന്ന് പെട്ടെന്ന് ശ്ലോകങ്ങൾ പോകും. കാരണം ഒരു ശ്ലോകം കഴിയുമ്പോൾ 10 നാമങ്ങളൊക്കെയാണ് പോകുന്നത്. ഇപ്പോ 130 ശ്ലോകങ്ങളില് 661 നാമങ്ങൾ കഴിഞ്ഞു. ഇനി കഷ്ടി എത്രയുണ്ട്? 700 നാമമാൻ 39 നാമമേ ഉള്ളൂ. അപ്പോ 339 നാമങ്ങൾ കൂടി കഴിഞ്ഞാൽ സഹസ്രനാമം നമ്മൾ അവസാനിക്കും. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് സഹസ്രനാമത്തില്. ഇതിന് നല്ല രീതിയിലുള്ള ഈ ശക്തമായ ശ്രോതാക്കളുടെ ആ മനസ്സ് തന്നെയാണ് ഈ ലളിതാ സഹസ്രനാമത്തിന്റെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അതില്ലാതുണ്ടെങ്കിൽ ഒരിക്കലും ഇതിങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു 100 പേരെങ്കിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ലളിതാ സഹസ്രനാമം പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ട് പലർക്കും അത് വളരെ നന്നായിട്ട് അവരുടെ ജീവിതത്തിൽ അവര് എപ്പോഴെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, ഇതെല്ലാം ദേവിയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവിയെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് എപ്പോഴും വിചാരിക്കാൻ അവർക്ക് പറ്റും. അതുപോലെ തന്നെ യോഗവും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ അവർക്ക് ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റും. സദാ തന്റെ കൂടെ നാമജപം ആയിട്ട് എപ്പോഴും അതുപോലെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ദേവിക്ക് സമർപ്പിക്കുക, ആ ബ്രഹ്മത്തിന് സമർപ്പിക്കുക, ഉള്ളിലുള്ള ആ ബ്രഹ്മത്തിന് സമർപ്പിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ അതൊരു സമർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ഈ ഒരു ലളിതാ സഹസ്രനാമ പഠനത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളൊക്കെ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.